ഹായ് ഗൈസ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ ഇവിടെ റെഡിയാകൽ സെഷനിലേക്കാണ് ഞാൻ ഡയറക്റ്റ് പോയത്. ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്, ഒരു ലെങ്തി വീഡിയോ ആണ്. ഇതെല്ലാം എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റേതായ തെറ്റുകൾ കാണും. അപ്പോൾ ഇത് കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കം, മദേഴ്സ് ഡേയുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡാൻസ് സ്റ്റെപ്പ് റിഹേഴ്സലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് മെസ്സിലേക്ക് പോയി. പക്ഷേ അബദ്ധവശാൽ ലഞ്ച് വെച്ചിരിക്കുന്നിടത്താണ് പോയത്. ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങിയത് ബ്രേക്ക്ഫാസ്റ്റും. ഇങ്ങനെ ആ പ്ലിങ്ക് ഫേസ് അവിടെ കാണാം. പിന്നെ ഞങ്ങൾക്ക് രാവിലെ കഴിക്കാൻ അപ്പമായിരുന്നു. അപ്പം എസ്തറ്റിക് ലുക്കിലൊന്നും അല്ല, ബട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെ അപ്പത്തിൻ്റെ കൂടെ ഉള്ളിക്കറിയുമായി ഞാൻ ഒരു ബോൾഡ് എഗ്ഗൊക്കെ എടുത്ത് ഒരു കട്ടനും എടുത്ത് അന്തസ്സായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് കോളേജിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ കോളേജിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ റൂംമേറ്റും ഉണ്ട്. ഞങ്ങൾ സെയിം ചെരുപ്പിൻ്റെ പ്രൊമോഷനായി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ചയാണിത്. ഒരു അപ്പൂപ്പൻ അവിടെ വർക്ക് ചെയ്യുന്ന വാച്ച്മാനാണ്. ഞങ്ങൾ എന്നും കാണുമ്പോൾ ഒരു ഹായ് തരാറുണ്ട്. അങ്ങനെ നടന്ന് കോളേജിലെത്തി. ആ കാണുന്നതാണ് എൻ്റെ റൂംമേറ്റ്, കൂടെ നടക്കുന്നതാണ് എൻ്റെ ക്ലാസ്മേറ്റ്. ഇത് കഴിഞ്ഞ് കാണുന്നതാണ് അവർ തമ്മിലുള്ള ചർച്ച. രാവിലെ ഞാൻ എങ്ങനെയാണ് എൻ്റെ പ്രഹസനം വ്ളോഗ് തുടങ്ങിയതെന്ന്. അങ്ങനെ ക്ലാസ്സിലെത്തി. ഇതെല്ലാം ഫ്രണ്ട്സ്. അപ്പോൾ പതിവില്ലാതെ ക്യാമറയും പൊക്കിക്കൊണ്ട് വരുന്ന എന്നെ കണ്ട് ഞെട്ടുന്ന എൻ്റെ ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് പഠിത്തത്തിലേക്ക് കടന്നു. ഇത് അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുന്ന ഞാൻ പഠിക്കുന്നതായിട്ട് ഇരിക്കുന്നത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ഷബാന മാം. അപ്പോൾ ഇതൊരു ബ്രേക്കിൻ്റെ സെഷൻ ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കൂടെ കുറച്ച് ചില്ല് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നു, അതൊക്കെയാണ്. ഈ വ്ളോഗ് ഞാൻ എടുക്കുമ്പോൾ നമ്മുടെ ബർത്ത്ഡേ ബോയുടെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു. പക്ഷേ ട്രീറ്റിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് നടക്കുക. ബർത്ത്ഡേ ബോയ് ആണെങ്കിൽ ആളുകളുടെ എണ്ണവും കണ്ടിട്ട് പ്ലിങ്കസ് ചെയ്യാന്നുള്ള അവസ്ഥയിലും എത്തിയിരിക്കുന്നു. അങ്ങനെ ഫൈനലി എവിടെ ട്രീറ്റ് വേണം, എന്ത് ട്രീറ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ബിരിയാണിയിൽ ഞങ്ങൾ ഒതുക്കി എന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അങ്ങനെ ഈ കാണുന്നതാണ് എൻ്റെ കൂടെ പഠിക്കുന്ന തലതെറിച്ച കുട്ടന്മാർ. അവരെക്കാട്ടിലുമൊക്കെ എന്ത് മൂത്തയാണേലും യാതൊരു വിധ ബഹുമാനങ്ങൾ അവന്മാർക്ക് എന്നോടില്ല. അതിൻ്റെ അതിയായ സന്തോഷം എനിക്കുണ്ട്. ഈ കാണുന്ന മുതലാണ് ജസ്നോ. അങ്ങനെ അവസാനം ബിരിയാണി പ്ലാൻ അവസാനം ചായയും കടിയിലേക്കൊക്കെ ഒതുങ്ങി. കുറച്ച് പേര് ചായ ഓർഡർ ചെയ്തു, കുറച്ച് പേര് നാരങ്ങ വെള്ളം ഓർഡർ ചെയ്തു. കാരണം ബിരിയാണി കട പൂട്ടിയേ. അപ്പോൾ പിന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ലാണ്ടായി. അങ്ങനെ ബർത്ത്ഡേ ബോയുടെ ചിലവ് നമ്മളങ്ങ് ചുരുക്കി കൊടുത്തു. ഇത് എസ്തറ്റിക്കായിട്ട് കഴിക്കാൻ ശ്രമിച്ചതാണ്. ഞാൻ നല്ല ബ്യൂട്ടിഫുള്ളി എസ്തറ്റിക് സ്പോയിൽ ചെയ്തെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് നന്ദിയുള്ള സുഹൃത്ത് അത് ഓഫ് ചെയ്തിട്ടില്ല. ആ സുഹൃത്തിൻ്റെ മുഖമാണ് ഈ കാണുന്നത്. അങ്ങനെ ചായയും കടിയൊക്കെ കഴിഞ്ഞതേ വേറൊരു കടയിലോട്ട് നമ്മളെത്തി. അവിടെ നമ്മൾ അതുലിന് വേണ്ടി ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വേറൊരു മോഡൽ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ്. ബർത്ത്ഡേ ബോയ്ക്കുള്ള കേക്കാണത്. കേക്കല്ല, വട്ടയപ്പം. കുറച്ച് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത് കത്തി വാങ്ങാൻ പോയ വെളിച്ചപ്പാടാണ്. കത്തിയും കൊണ്ട് വരുന്ന വരവാണേ കണ്ടത്. അങ്ങനെ കത്തിയൊക്കെ കൊടുത്ത് ബർത്ത്ഡേ ബോയുടെ കേക്ക് മുറിക്കേണ്ടത് വെളിച്ചപ്പാടല്ലെന്ന് പിന്നീടാണ് വെളിച്ചപ്പാടിന് കത്തിയത്. അങ്ങനെ ആ കത്തിയൊക്കെ ഏൽപ്പിച്ചു ഞങ്ങൾ ബർത്ത്ഡേ അങ്ങോട്ട് ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു ബർത്ത്ഡേ സോങ്ങൊക്കെ പാടി നാട്ടുകാർ പോകുന്നവരൊക്കെ ആ വഴി കൂടെ നോക്കുന്നു എന്തൊക്കെ പ്രഹസനങ്ങളാണ് ഈ നടക്കുന്നതെന്ന്. അങ്ങനെ ഞങ്ങളുടെ ഓരോ വട്ടത്തരങ്ങളാണ് നിങ്ങളെ കാണാൻ പോകുന്നത്. കുറച്ച് സെക്കൻഡ്സിനുള്ളിൽ ആ വട്ടയപ്പത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പിച്ച് ചീന്തിയ അവസ്ഥ നിങ്ങൾക്കത് കാണാം. പാപ ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ് സന്തോഷം കൊണ്ട് വട്ടയപ്പം ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യാത്ത അവസ്ഥയിൽ. അങ്ങനെ എല്ലാവരും ആ പിച്ച് ചീന്തിയ വട്ടയപ്പം കഴിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ട്വിസ്റ്റ് കാണാം. ഞാൻ നൈസായിട്ട് ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാമെന്നും പറഞ്ഞ് വട്ടയപ്പം പിടിച്ച് പറിച്ചതാണ്. മൊത്തം വട്ടയപ്പം താഴെപ്പോയി. പിന്നെ പാവം വെളിച്ചപ്പാട് കത്ത് തിരിച്ചു കൊടുക്കാൻ പോയപ്പോൾ വട്ടയപ്പം കിട്ടാത്തതുകൊണ്ട് ആ പീസ് ഞാനങ്ങ് കൊടുത്തു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലേക്കുള്ള യാത്രയുമായി ഞാനും എൻ്റെ റൂംമേറ്റും. ഇത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ ബോറടിച്ചപ്പോൾ എന്നാൽ നമുക്കൊന്ന് പോയി കണ്ട് ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ വരാമെന്നും പറഞ്ഞ് ഞങ്ങളൊരു മാർക്കറ്റിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ നമുക്ക് പറ്റിയ ഐറ്റംസ് ഒന്നും കാണുന്നില്ല. ഞാനാകെ എനിക്ക് പറ്റിയ കണ്ട ഒരു കിക്കി പാവയാണ്. പിന്നെ ഇതും കൊണ്ട് വീട്ടിലേക്ക് പോയ അമ്മ എന്നെ തല്ലും. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് ഞാൻ മുന്നോട്ട് വേറെ എന്തെങ്കിലും കിട്ടിയാലോ എന്നും പറഞ്ഞ് ആ പ്രതീക്ഷയിൽ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങനെ നടന്നു പോയപ്പോൾ ഞാൻ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വെച്ചേക്കുന്ന കുറച്ച് ഫ്രൂട്ട്സ് കണ്ടു. ഇവരുമായിട്ടാണ് വൈകിട്ടത്തെ കറക്കം. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും അങ്ങനെ നോക്കിയപ്പോൾ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടിട്ട് പലതരം ഫ്ലേവേഴ്സൊക്കെ കണ്ടിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഓക്കെ ഐസ്ക്രീം ട്രൈ ചെയ്താലോ എന്നും പറഞ്ഞ് പോയതാണ്. ബട്ട് ആക്ച്വലി ഐസ്ക്രീം ഒന്നും ട്രൈ ചെയ്തില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വെതർ കണ്ടത്. ആ ഒരു സ്കൈ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് എന്തായാലും വന്നതല്ലേ എന്നും പറഞ്ഞ് മറൈനിലോട്ടൊക്കെ ഒന്ന് കറങ്ങാമെന്നും പറഞ്ഞ് മറൈനിലോട്ട് ഇറങ്ങി. ഒരു അടിപൊളി മഴയ്ക്ക് ശേഷം കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ട് തിരിച്ച് ഹോസ്റ്റലിലേക്ക് മടങ്ങുകയാണ് ഞങ്ങൾ. അപ്പോൾ വ്ളോഗ് കണ്ട എല്ലാവർക്കും
താങ്ക് യു. കീപ് വാച്ചിങ്.